നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളോടൊത്ത് ആയിരിക്കാൻ ലഭിക്കുന്ന സമയം ജീവിതത്തിലെ വലിയേറിയ സമയം, വളരെ ഭാഗ്യമുള്ള ഒരു സമയമായിട്ട് ഞാൻ കരുതുന്നു. ഈ ദിവസം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ. ഈ ദിവസം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനായിട്ട് ദൈവം തന്ന വലിയേറിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാൻ നാഗ്പൂരിലാണ് താമസിക്കുന്നത്, മഹാരാഷ്ട്ര. നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലുമൊക്കെ അത് സ്ഥലമൊക്കെ പരിചയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മെ എല്ലാവരെയും അത്ഭുതകരമായിട്ട് പുലർത്തി. അവിടുത്തെ കൃപ നമുക്കെല്ലാവർക്കും ഒരു കാവലായിരുന്നു, കോട്ടയായിരുന്നു. സ്തോത്രം. ഈ സമയങ്ങളിൽ എഴുതിയൊരു പാട്ടാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്നൊരു പാട്ടാണ്. യേശുവിൻ നാമം എൻ പ്രാണന് രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിന് മുദ്ര. ആ പാട്ട് ഈ ഒരു പാൻഡമിക് സീസൺ അങ്ങോട്ട് തുടങ്ങി ആക്റ്റീവായിട്ട് വരുന്ന ഒരു സമയത്ത് ഞാനും എൻ്റെ ശരീരത്തിലും അല്പം പ്രയാസമൊക്കെ അനുഭവപ്പെട്ട സമയത്ത് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു, കർത്താവെ ഇതെന്നെ ബാധിക്കാതെ വണ്ണം സൂക്ഷിക്കണം. എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായി വരാനായിട്ടൊക്കെ തുടങ്ങിയപ്പം കർത്താവെ ആ പേടിയൊന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ പേടി മാറിപ്പോയില്ല. പറഞ്ഞ കർത്താവ് എനിക്ക് എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കാനായിട്ട് ഒരു വരി രണ്ട് വരി നാവിലുണ്ടെങ്കിലുണ്ടല്ലോ, അതിങ്ങനെ ഒരു ധൈര്യമാണ്, ഒരു ബലമാണ്. അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് പാടിക്കൊണ്ട് നടക്കാൻ വേണ്ടി എഴുതിയ ഒരു പാട്ടാണത്. ഞങ്ങളന്ന് വൈകിട്ട് ഞാനും കുടുംബവും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് പാടി മൊബൈൽ ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്തതാണ്. എല്ലാവരുടെ കയ്യിലും അത് എത്താനായിട്ടിടയായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. സ്തോത്രം. ആ സമയം മുതൽ ഇതുവരെയും കർത്താവ് അത്ഭുതകരമായിട്ട് നമ്മെല്ലാവരും സൂക്ഷിച്ചു. സ്തോത്രം. ഞങ്ങളെല്ലാവരെയും സൂക്ഷിച്ചു. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ നാഗ്പൂരിൽ താമസിക്കുകയാണ്. ഇത് എൻ്റെ ചെറിയൊരു കുടുംബമാണ്. ഈ കുടുംബത്തേക്ക് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളെല്ലാവരും ഇവിടെ മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ ഇപ്പോൾ താമസിക്കുകയാണ്. കർത്താവ് കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനൊക്കെ ഉള്ളൊരു സമയമൊക്കെ ഈ അവസരങ്ങളിലൊക്കെ തന്നു. എല്ലാവരുമായിട്ടും സ്തോത്രം. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അവിടെങ്ങളായിട്ട് സൂക്ഷിക്കുന്നല്ലോ, കുടുംബങ്ങളായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരെയും അവിടെങ്ങളായിട്ട് സൂക്ഷിക്കുന്നല്ലോ. അതിനായിട്ട് കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത് പോലെ നമുക്ക് മുമ്പോട്ട് പോകാം. ചില പാട്ടുകളൊക്കെ പാടാം. പാട്ടിൻ്റെ പിന്നിലെ ചില പാട്ടുകളുടെയൊക്കെ പിന്നിലെ അനുഭവങ്ങൾ കൂടെ പങ്കുവയ്ക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരല്പമായിട്ട് സംസാരിക്കാം. നമ്മുടെ മുമ്പിലുള്ള ആ സമയത്ത് ആ പരിധിയുടെ ഉള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ നിർത്താനായിട്ടും ആഗ്രഹിക്കുകയാണ്. ഞാൻ വാസ്തവത്തിലൊരു പാട്ടുകാരനല്ല കേട്ടോ, ഞാൻ പാട്ട് എഴുതുന്നയാളാണ്. ഞങ്ങൾക്ക് ടീമുണ്ട്, പക്ഷേ ടീമെല്ലാം ഇപ്പം അവിടെ ഇവിടങ്ങളായിട്ടെല്ലാം അവർക്ക് സ്റ്റക്കപ്പായിരിക്കും. അവർക്ക് ഇങ്ങോട്ട് നാഗ്പൂരിലോട്ട് തിരിച്ചെത്താനായിട്ട് പറ്റില്ല. ഞങ്ങളുടെ കുറച്ച് മീറ്റിങ്ങുകളൊക്കെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ജനുവരി ഫെബ്രുവരി മാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെല്ലാവരും കൂടെ എത്തേണ്ട ഒരു സമയം ഒക്കെ ആയപ്പോഴാണ് ഈ ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളൊക്കെ ആയത്. അതുകൊണ്ട് പലരും ഇപ്പോൾ കേരളത്തിൽ പെട്ടുപോയി. അപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല. ഞാൻ ഈ സ്റ്റുഡിയോ റൂമിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ പാടേണ്ടി വരികയാണ്. അപ്പം എൻ്റെ ശബ്ദം അത്ര ഒരു പാട്ടുകാരൻ്റെ ശബ്ദമൊന്നുമല്ല, എന്നാലും ഞാൻ ഉള്ള ശബ്ദത്തിലൊക്കെ അങ്ങ് പാടുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും കൂടെ, നിങ്ങളൊക്കെ അവിടെ ഇവിടങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് കൂടെ അങ്ങ് പാടണം. എനിക്കറിയാം എല്ലാവരും മ്യൂട്ടഡാണ്, സാരമില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അറിയുന്ന പാട്ടുകളൊക്കെ ഒന്ന് കൂടെ ഒന്ന് പാടി നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കാം. ചില അനുഭവങ്ങളൊക്കെ ഇതിനോട് ചേർത്ത് തന്നെ പറയാനും ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണ്, ആരാധ്യൻ യേശു പര, വണങ്ങുന്നു ഞാൻ പ്രിയനെ തേജസ്സും നിൻമുഖം എൻ ഹൃദയത്തിന് ആനന്ദമേ. ആ പാട്ട് ഒന്ന് പാടാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. അപ്പം നമുക്ക് ഈ പാട്ട് അറിയുന്നവർക്കെല്ലാവർക്കും ഒന്ന് കൂടെ ചേർന്ന് പാടി നമുക്ക് ദൈവസന്നിധിയിൽ ഒരല്പം സമയം കർത്താവിനെ ആരാധിക്കാം. ആരാധ്യൻ യേശുപര, വണങ്ങുന്നു ഞാൻ പ്രിയനെ തേജസ്സും നിൻമുഖം എൻ ഹൃദയത്തിന് ആനന്ദമേ. അതിനകത്തുള്ള വരികളൊക്കെ നിങ്ങൾ പലപ്പോഴും പാടിയ സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നത് അറിയുന്നു, നിൻ കരത്തിന് ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ, മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കുന്ന എൻ്റെ ഹൃദയം, പിന്നെ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. അപ്പോൾ എവിടെയോ വീണ് കിടന്ന് കരഞ്ഞ ഒരു സമയമാണെന്നും നമുക്കതിനകത്തൊന്നും മനസ്സിലാവും. അങ്ങനെ തന്നെ ആയിരുന്നു. അതാണ് ഈ പാദങ്ങളിൽ വീണ് കിടക്കുമ്പോഴേ, അപ്പം അവിടെ കിടന്നുകൊണ്ടുള്ള
കരച്ചിലിന് കർത്താവ് മറുപടി തരുമല്ലോ. സ്തോത്രം. ആ മറുപടിയൊക്കെ ദൈവത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിയിട്ടുള്ള ദൈവമക്കളൊക്കെ ആയിരിക്കുമല്ലോ എന്നെ ശ്രദ്ധിക്കുന്നത്. സ്തോത്രം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. യേശുവേ സ്തോത്രം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. പ്രിയമുള്ളവരെ, ഈ പാട്ട് എഴുതിയത് എനിക്ക് തോന്നുന്നു ഒരു 10-15 ഏകദേശം 15 വർഷമായിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മയായിട്ട്. ചിലപ്പോൾ ഈ കണക്കുകളൊക്കെ പറയുമ്പോൾ, വർഷക്കണക്കുകൾ പറയുമ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. 14-15 വർഷങ്ങളായിട്ടുണ്ടാവും. ഈ പാട്ടും ഇതിനോട് ചേർന്ന് വേറെയും കുറേ പാട്ടുകൾ ഒരുമിച്ച് കർത്താവ് തന്നു. അതിലൊരു പാട്ടാണ് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, പിന്നെ യേശുവേ ഒരു വാക്കുമതി, എനിക്കെൻ്റെ ആശ്രയമായി യേശു അത്രേ. ഇങ്ങനെ തുടങ്ങി ഒരു 10-21 പാട്ടുകൾ ഒരു മാസത്തെ ഒരു അടച്ചിട്ട ഒരു ജീവിതം ഉണ്ടായിരുന്നു. ആ സമയത്ത് കർത്താവ് തന്നതാണ്. ഞാൻ ഈ അടച്ചിട്ട ജീവിതം എന്ന് പറയുമ്പം ആ സമയത്ത് തീർത്തും പ്രതീക്ഷിക്കാത്ത ചില ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. അന്നേരം ദൈവം ആശ്വസിപ്പിച്ച വാക്കുകളാണ് ഈ പാട്ടുകളുടെ അകത്തെല്ലാം ഉള്ളത്. ആ പാട്ടുകളുടെയൊക്കെ തുടക്കത്തിൽ, അതായത് ആ ഒരു അനുഭവം ഉണ്ടായി തുടങ്ങിയ ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സ് വളരെ തളർന്നു പോയൊരു സമയമുണ്ടായിരുന്നു. നമ്മൾ ഈ നിരാശയുടെ അങ്ങേയറ്റം ആയി പോവുക എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു സമയം. അപ്പം ആ സമയത്ത് എവിടെ നിന്ന് ഇച്ചിരി ആശ്വാസം കിട്ടുന്നത്, ഞാൻ എൻ്റെ മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്ത്
വീട്ടിൽ നിന്നും പോകാതെ അടച്ചിട്ട് വീടിനകത്ത് തന്നെ ഇരുന്ന ഒരു മാസം ഉണ്ടായിരുന്നു. എങ്ങും പോകാതിരുന്നു. ഡിപ്രഷനൊന്നും അല്ലായിരുന്നു കേട്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് തളർന്നു പോയൊരു സമയം. നമ്മൾ ഈ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ഈ പുറത്തുനിന്നുള്ള അറ്റാക്കൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ ഫേസ് ചെയ്യാനൊക്കെ നമ്മൾ പ്രിപ്പയർഡാണ്. പക്ഷേ ഈ ആക്രമണം അകത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ പിടിവിട്ടു പോകും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭമായിരുന്നു വാസ്തവത്തിൽ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കേണ്ടുന്നവർ, എന്നെ ബലപ്പെടുത്തേണ്ടുന്നവർ, എനിക്ക് സഹായമായി നിൽക്കേണ്ടുന്നവരൊക്കെ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പേരൊക്കെ എതിരായി പോയൊരു സമയം, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അതെന്നെ വളരെ തളർത്തി, ഭയങ്കര നിരാശയിലോട്ട് പോയി. ആ സമയത്ത് കർത്താവ് ആശ്വസിപ്പിച്ച വരികളാണ് ഇതിനകത്തും എനിക്കായി കരുതുന്നവൻ എന്നുള്ള പാട്ടിനകത്തും ഒക്കെ ഉള്ളത്. നമ്മൾ എത്രത്തോളം തകരുമോ ആ തകർച്ചയ്ക്കൊത്തവണ്ണമുള്ള മറുപടി, ആ തകർച്ചയ്ക്കൊത്തവണ്ണമുള്ള പണി നമ്മൾ ദൈവം ചെയ്യും. സ്തോത്രം. അപ്പം ആ സമയത്ത് എഴുതിയ വരികൾ, അതുപോലെ തന്നെ എൻ്റെ ശാരീരികമായിട്ടൊരല്പം പ്രയാസമൊക്കെ ആ സമയത്തുണ്ടായി. അന്നേരവും ആ സീരീസിൽ ആദ്യം എഴുതിയ പാട്ടാണ് വിടുതലുണ്ടാകട്ടെ എന്നിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ എന്നിൽ സൗഖ്യമുണ്ടാകട്ടെ. എനിക്ക് എൻ്റെ ശരീരത്തിനൊരു സൗഖ്യത്തിന് വേണ്ടി, എൻ്റെ മനസ്സിൻ്റെ വിടുതലിന് വേണ്ടിയിട്ട്, എൻ്റെ ക്ഷീണം മാറിപ്പോകുക. ഞാൻ അതിനകത്ത് എഴുതിയ വരികളൊക്കെ എന്ന് പറഞ്ഞാൽ കൈകൾ കാലുകൾ ബലപ്പെടട്ടെ. ശരിക്കും പറഞ്ഞാൽ കൈയും കാലുമൊക്കെ നമ്മൾ കുഴഞ്ഞു പോകുന്ന പോലെയൊക്കെ ആയിപ്പോയൊരു സമയമുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ദൈവമക്കൾ എന്നെ കേൾക്കുന്നവരാരെങ്കിലും അതുപോലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെയോ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വെല്ലുവിളിയിലൂടെയോ ഇന്നിപ്പോൾ കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുടെ മറുപടിയും കൂടെയാണത്. കർത്താവ് നമ്മെ അങ്ങ് ബലപ്പെടുത്തും. സ്തോത്രം. അത് മനുഷ്യന് തരുവാൻ കഴിയുന്ന പോലത്തെ ബലമൊന്നുമല്ല. ദൈവം തമ്പുരാൻ നമ്മളെ അങ്ങോട്ട് ശക്തീകരിക്കുമ്പോഴേക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിയാണ് പകരപ്പെടുന്നത്. സ്തോത്രം. അതിനെ തടയാനൊന്നും ആർക്കും പറ്റത്തില്ല. സ്തോത്രം. അപ്പം ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു തകർച്ചയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ, ആ പോകുന്ന സമയത്ത് ദൈവം എന്താണോ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉദ്ദേശിച്ചത് അതിലേക്ക് നമ്മൾ അങ്ങോട്ട് നടന്നെടുക്കുമ്പം ഭയങ്കര ഫ്രൂട്ട്ഫുള്ളായിരിക്കും അതിനകത്ത് ആ ഒരു സീസൺ നമ്മൾ കടന്നു വരുന്ന സമയത്ത്. സ്തോത്രം. അപ്പം ഞാൻ അന്ന് ആ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ആഗ്രഹിക്കത്തില്ല അതുപോലൊരു സാഹചര്യം ജീവിതത്തിൽ വരണമേ. അമ്മാതിരിയുള്ളൊരു സന്ദർഭത്തിലൂടെ നിരാശയിലൂടെയൊക്കെ പോകുമ്പം അപ്പോൾ അതിന് പറ്റിയ നിലവാരത്തിലുള്ള പാട്ടുകളാണ് ദൈവം അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നത്. അതെങ്ങനെ വന്നു എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വരികളാണ് അതിൽ. സ്തോത്രം. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ഇന്ന് അതുപോലുള്ളതോ അതിന് സമാനമായതോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്നതോ ഒക്കെ ആ ഏതെങ്കിലുമൊക്കെ ഒരു നിരാശയിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലോട്ട് പോയിരിക്കാം. അവിടെ എല്ലാത്തിനും മറുപടിയുണ്ട്. അവിടെ നിൻ കൈകൾ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നത് അറിയുന്നു. ലിറ്ററലി. സ്തോത്രം. കർത്താവ് അരികിലിരുന്ന് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഈ അനുഭവം, ആ മാധുര്യമായ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത്, ആ കരത്തിൻ്റെ ആശ്ലേഷം. അപ്പോൾ അത്ര ആ സാമീപ്യമാണ് കേട്ടോ ദൈവത്തിൻ്റെ ആ പ്രസൻസ് നമ്മെ അടുപ്പിക്കുന്നതും നമ്മെ കെട്ടിപ്പിടിക്കുന്നതും നമ്മെ ചുംബിക്കുന്നതും നമുക്ക് ആവശ്യമായ സന്ദേശം നമ്മുടെ കാതുകളിലേക്ക് തരുന്നത്. സ്തോത്രം. ഞാനൊരു വേറൊരു പാട്ടിൻ്റെ വരികളിൽ ഞാൻ എഴുതുന്നത്, നിന്റെ ഹൃത്തിൻ തുടിപ്പ് എൻ്റെ നെഞ്ചിൽ കേൾക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ മാറോടണച്ചിരിക്കുമ്പോൾ ആ ഹൃദയത്തിൻ്റെ തുടിപ്പ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സ്തോത്രം. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ചേർന്ന് പാടാം. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യം യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാം നിൻമൊഴി
നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേയും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സ്തോത്രം. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ആ അടുത്ത പാട്ടുകൂടെ പാടാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്ന ഞാൻ. അതൊരു തീരുമാനം പോലെയാണ് അത് എഴുതിയിരിക്കുന്നതെങ്കിലും ഒരാഗ്രഹത്തിൽ നിന്ന് എഴുതിയതാകട്ടെ. തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാറാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അപ്പം തീരുമാനത്തിൻ്റെ ടോണിലാണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് ഹൃദയത്തിലൊരാഗ്രഹമാണ്. കർത്താവേ, എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത് അനുവദിച്ചതെന്ന് ഞാൻ ചോദിക്കത്തില്ല എന്ന് പറയുമ്പോഴും അത് എഴുതിയതിന് ശേഷവും ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ ഓർമ്മ വരും, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല, ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം. പക്ഷേ അതിനെല്ലാത്തിനും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മുടെ നന്മയാണ്. ആ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കർത്താവ് പറഞ്ഞു, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ചോദിച്ചു, കർത്താവ് എന്ത് നന്മയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്? അതിനകത്ത് കർത്താവ് ആശ്വസിപ്പിച്ച വരികളൊക്കെ, വാക്കുകൾ എങ്ങനെയാണ്? അതിനകത്ത് പറഞ്ഞ വാക്കുകളൊക്കെ നമുക്കറിയാം. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയില. കർത്താവ് പറഞ്ഞു, മോനെ, നീ ഈ തീച്ചുള്ളിലൂടെ കടന്നു പോകുന്നൊക്കെ പറയുമ്പോൾ തന്നെ നീ ആ തീയിലൊന്നും വീണിട്ടില്ല, നീ എൻ്റെ കയ്യിലാണ് വീണിരിക്കുന്നത്. ശദ്രക്, മേശക്, അബേദ്നെഗോ അവരെ എൻ്റെ ഭക്തന്മാർ അവർ തീയിലേക്ക് എറിഞ്ഞ സമയത്ത് അവർ ആ തീയിൽ വീഴുന്നതിന് മുമ്പേ ഞാനവിടെ ഉണ്ടായിരുന്നു. അവർ വന്നു വീണത് എൻ്റെ കൈകളിലാണ്, അതുകൊണ്ട് അവർ സുരക്ഷിതരായിരുന്നു. സ്തോത്രം. അതേ വാക്കുകളാണ് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് എന്നോട് സംസാരിച്ചത്. അതിനുശേഷം പറഞ്ഞ വാക്കുകളാണ്, നീ ഈ താഴ്വരയിലൂടെ ഏകനായി നടക്കുന്നു എന്ന് നീ പറയുന്നു. അല്ല, നീ അല്ല നടക്കുന്നത് ഞാനാണ്. നിന്നെ ഞാൻ എൻ്റെ കൈകളിൽ വഹിച്ചിരിക്കുകയാണ്. സ്തോത്രം. ചിലരൊക്കെ ഇങ്ങനെ പാടുന്നത് കേട്ടിട്ടുണ്ട്. അതിനകത്തൊരു അക്ഷരം ഘോരമാം ശോധനയില്ലല്ല, ശോധനയിന്നാണ്, ശോധനയുടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നത് യേശു, നടത്തുന്നതല്ല. നടത്തുക എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് ആഴം നിലത്തൂടെ നടത്തുക എന്നുള്ളതാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നടക്കുന്നത് ആണ് യേശു. ഞാൻ അവൻ്റെ കയ്യിലാണ്. കർത്താവ് എന്നെ എടുത്തുകൊണ്ട് നടക്കുകയാണെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്തോത്രം. അപ്പോൾ നമ്മൾ തളർന്നു പോകുന്ന സന്ദർഭങ്ങൾ കർത്താവിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അന്നേരം പിന്നെ നമ്മളെ നിലത്തൂടെ പിന്നെയും നമ്മൾ വലിച്ചിഴക്കത്തില്ല. സ്തോത്രം. നമ്മൾ കർത്താവ് കരങ്ങളിലെടുത്ത് നടക്കും. സ്തോത്രം. ആ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് ദിവസങ്ങൾ തന്നത്. അതിനുശേഷം പറഞ്ഞു, ഞാൻ നിനക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിനക്ക് അനുകൂലമെങ്കിൽ കുഞ്ഞെ, ആരാ നിനക്കെതിരെ നിൽക്കാൻ പറ്റുന്നത്? ആരാ നിനക്ക് പ്രതികൂലം? സ്തോത്രം. ഞാൻ നിനക്ക് അനുകൂലമായിരിക്കുന്നു. അതുകൊണ്ട് ഇത് എൻ്റെ അനുവാദത്തോടെ സംഭവിച്ചിരിക്കുന്നതാണ്. എൻ്റെ അനുവാദത്തോടെ സംഭവിച്ചതാണെങ്കിൽ അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, കർത്താവ്, ഇത് 2-3 ദിവസം ഈ ആർഗ്യുമെൻ്റ് ഇങ്ങനെ നീണ്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞാൻ പറഞ്ഞു, കർത്താവേ, ഐ എം സോറി, ക്ഷമിക്കണം കർത്താവേ, ഇനി ഞാൻ ചോദിക്കത്തില്ല. ഞാൻ തിരിച്ചറിയുന്നു ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അംഗീകരിച്ചു. കർത്താവ് അംഗീകരിക്കുകയാണ്, ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയാണ്. ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാനതിനെ ഏറ്റെടുക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. നമുക്ക് ചില നഷ്ടങ്ങളും നമുക്ക് ചില നിരാശകളും വേദനകളും ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ, അതിനെ ഉൾക്കൊള്ളാൻ, അല്ലേ, അതിൻ്റെ വാസ്തവമായിട്ട് ഉൾക്കൊള്ളാനൊക്കെ ഒരു ശകലം സമയമെടുക്കും ചിലപ്പോൾ. ടേക്ക് യുവർ ടൈം, നോ പ്രോബ്ലം. കർത്താവ് അങ്ങ് പുഷ് ചെയ്തെത്തൊന്നുമില്ല. നമ്മുടെ മാനുഷികമായ ബലഹീനതകൾ അറിയുന്നൊരു കർത്താവാണ് കേട്ടോ. ഇങ്ങനത്തെ തല്ലാൻ വേണ്ടി വടിയും പിടിച്ചിരിക്കുന്ന ഒരു അപ്പനെ അല്ല ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതും സ്നേഹിക്കുന്ന ഒരു അപ്പൻ. നമ്മുടെ വേദനകളൊക്കെ പറയുമ്പോഴും നമ്മുടെ അസ്വസ്ഥതകളൊക്കെ പ്രകടമാക്കുമ്പോഴും ഒക്കെ ഉടനെ കർത്താവ് അങ്ങ് അസ്വസ്ഥനായി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അങ്ങനെയുള്ളൊരപ്പനല്ല കർത്താവ്. നമ്മോട് ക്ഷമയോടെ സഹിഷ്ണുതയോടെ ഇടപെടണം. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം പിന്നെയും പാപം ചെയ്യാനല്ല പറയുന്നത്. ദൈവത്തെ എങ്ങനെയെങ്കിലും ചോദ്യം ചെയ്യാതെ അല്ല, അതല്ല.
അതുകൊണ്ട് വേദനകളിൽ നിന്നും നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ ശാന്തമായി നമുക്ക് മറുപടി തരുന്ന നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു അപ്പനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനോട് പറഞ്ഞ വരികളാണ്. അന്ന് ഞാൻ രാത്രിയിൽ തീരുമാനിച്ചു, കർത്താവേ ഇനി ഞാൻ അങ്ങനെ ചോദിക്കത്തില്ല, ഞാൻ അംഗീകരിക്കുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നെ കേൾക്കുന്നത് എൻ്റെ പ്രിയമുള്ളവർ നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഇതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ, ഈ എന്നെ കേൾക്കുന്ന എല്ലാവരും ഇപ്പോൾ പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കത്തില്ല പോകുന്നത് കേട്ടോ. നമ്മുടെ വിഷയങ്ങളൊക്കെ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന തരത്തിലുള്ളൊരു പ്രയാസമായിരിക്കത്തില്ല ഒരു പക്ഷേ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്, വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പോൾ ഏത് തന്നെയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഈ ചില പാട്ടുകളൊക്കെ ചില സമയത്ത് കയറി അങ്ങ് കൊള്ളും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചില പാട്ടുകൾ നമുക്ക് ഒട്ടും ഏക്കത്തില്ല. ആ പാട്ടിനകത്ത് കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, ആ പാട്ടിലുണ്ട്, പക്ഷേ അത് നമ്മൾ കടന്നു പോകുന്നൊരു സാഹചര്യത്തുമായിട്ട് അത് ചേരുന്നില്ല എന്നുള്ളത് അത്രയേ ഉള്ളൂ വ്യത്യാസം. മറ്റൊരു സമയത്ത് ആ പാട്ട് ഒരു പക്ഷേ നമുക്ക് വളരെ അന്വർത്ഥമായിട്ട് വരും. പാട്ടുകളാകട്ടെ, സന്ദേശങ്ങളാകട്ടെ, ദൈവവചനത്തിൽ ചില വാഗ്ദത്തങ്ങൾ, ചില കാര്യങ്ങൾ ആകട്ടെ, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് ഇതുപോലെ ഈ പാട്ടുമായിട്ട് ചേർന്ന ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പ്രിയമുള്ളവർ ആരെങ്കിലും പോകുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും കൂടെയുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ആ പാട്ടിൻ്റെ ചില വരികൾ നമുക്ക് പാടാം. നമ്മുടെ മുമ്പിൽ സമയം കുറവാണ്. ഞാൻ അതുകൊണ്ട് വേഗത്തിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൻ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൻ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാം. നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാം. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു. സ്തോത്രം. ഞാൻ ഒരു പാട്ട് കൂടെ ഒന്ന് പാടിയിട്ട് അടുത്ത ചെറിയൊരു സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കാനും കൂടെ ആഗ്രഹിക്കുകയാണ്. പാട്ട് യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ എന്നുള്ള പാട്ടാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പാട്ട്. നമുക്ക് ആ പാട്ടിൻ്റെ ചില വരികൾ മാത്രം ഒന്ന് പാടാം. യേശുവേ എൻ പ്രിയനെ നിൻ്റെ മൃദുസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിപ്പോൾ നിൻ്റെ ഒരു വാക്ക് മതി എനിക്ക്. എൻ്റെ ലിറിക്സ് നിങ്ങൾക്കിവിടെ കാണാം. മരിച്ചവരെ ഉയർപ്പിച്ചതാം, രോഗികളെ വിടുവിച്ചതാം, കൊടുങ്കാറ്റിനെ അടക്കിയതാം നിൻ്റെ ഒരു വാക്ക്. ഈ ഒരു വാക്ക് എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ പല ഭാഗങ്ങളിലും എടുത്തു പറയുന്ന ആ ഒരു പദം. അത് പറയാനുള്ള കാരണമുണ്ട്. ഞാൻ ചെറിയൊരു അനുഭവം അതിനോട് ചേർന്ന് കർത്താവിൻ്റെ ജീവിതത്തിൽ തന്നായിരുന്നു. ഞാൻ അത് നിങ്ങളോട് ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ ഒരു ശകലം സെറ്റിങ്സ് ഒന്ന് മാറിക്കോട്ടെ. ജീസസ്. ജീസസ്. ഓക്കെ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ സീസൺ, ആ ഒരു മാസത്തിനകത്ത് നടന്ന ഒരു കാര്യമാണ്. അതാണ് വാസ്തവത്തിൽ എന്നെ ഈ പാട്ടിലേക്കും നയിക്കുവാനായിട്ടിടയായത്. ഈ പാട്ട് അതിനോട് ചേർന്ന് സംഭവിച്ചതാണ്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിനപ്പുറമായിട്ടുള്ള മാറ്റമാണ് കർത്താവ് തരുന്നത്. ദൈവമക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സമയത്ത് ഒരു ദിവസം എൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊരു വേദന തുടങ്ങി. ഇവിടെ നിന്ന് ഇങ്ങനെ ആ വേദന അങ്ങോട്ട് മാറി അത് ഈ കയ്യിലേക്ക് ഷോൾഡറിലേക്കൊക്കെ ബാധിച്ചു. പിന്നെ അത് നടുവിന് ബാധിച്ചു. പിന്നെ ഇരിക്കാനും എഴുന്നേൽക്കാനൊക്കെ ഇച്ചിരി പ്രയാസമായി. കാലിലോട്ടൊക്കെ ഒരു മരവിപ്പൊക്കെ അങ്ങനെ ഒരു 2-3 ദിവസം കൊണ്ട് ഇത് ശരീരം മുഴുവൻ ഇതങ്ങ് വ്യാപിച്ചു. ഇതെന്താണെന്ന് ഞാനും അങ്ങ് പേടിച്ചു. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവേ എനിക്ക് സൗഖ്യം വേണം. ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. അപ്പം പ്രത്യേകിച്ച് ആ സമയത്ത് എനിക്ക് ദൈവശബ്ദമൊന്നും കേൾക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള പ്രായമുള്ളൊരു പാസ്റ്ററുണ്ട്, ഞങ്ങളുടെ അടുത്ത സ്നേഹിതരാണ്, അദ്ദേഹത്തോട് ഞാൻ ഈ വിവരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞു. എക്സ്റേ റിപ്പോർട്ട് വൈകിട്ടാണ് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആ റിപ്പോർട്ട് എനിക്കിത് മനസ്സിലാകത്തൊന്നുമില്ല. നമ്മൾ മെഡിക്കൽ ടേംസൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നാലും അതിങ്ങനെ വായിച്ച് താഴെ അറ്റത്ത് വന്നപ്പം അങ്ങ് ഏറ്റവും താഴെ അറ്റത്ത് ബോൾഡ് ലെറ്ററിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എഴുതിയിരിക്കുകയാണ്. സസ്പെക്റ്റഡ് സ്പൈന ബൈഫിഡെ എന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്തോ ആണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ സ്പൈന എന്ന് കേട്ടപ്പോഴത്തേക്കും സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർ സംശയിക്കുന്നതായിട്ടാണ് അതിനകത്ത് കാണുന്നത്. ആ ഒരൊറ്റ വാക്ക്, ഒരു 3-4 അക്ഷരമേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ അത് എന്നെ പേടിപ്പിച്ചു. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്നും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. നമുക്ക് ഈ അറിയാത്ത കാര്യങ്ങളുടെ അകത്തോട്ട് പോയി തലയിട്ട് കഴിഞ്ഞ് ഇത് ഭയങ്കര പ്രശ്നമാണ്. നമുക്കൊരു പിടുത്തം കിട്ടത്തുമില്ല എന്ന് നമ്മുടെ സ്വസ്ഥതയൊന്നും. ഇത് വായിച്ച നേരം മുതൽ എൻ്റെ മനസ്സ് അസ്വസ്ഥമായി. വീട്ടിൽ വന്നപ്പം ഭാര്യ ചോദിച്ചു എന്താണോ എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവൾക്ക് ഇതൊന്നും നോക്കാനും വായിക്കാനും ഇതൊന്നും വായിച്ചാൽ ഒട്ടും പിടികിട്ടത്തില്ല. അപ്പം അവൾ സമാധാനമായിട്ട് അതങ്ങ് പോയി. ഈ അറിയാതിരിക്കുന്നത് ചില സമയങ്ങളിൽ വളരെ നല്ലതാണ്. സ്തോത്രം. ഞങ്ങൾ രാത്രി പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് എൻ്റെ അറിയുന്ന 1-2 ഡോക്ടേഴ്സിനെ ഞാനൊന്ന് വിളിച്ചു നോക്കി. ഇതൊന്ന് ചോദിക്കണം, ഇതെന്താണ്. അവർ 2 പേരും ഫോൺ എടുത്തില്ല. അതുകൊണ്ട് അവരോട് ചോദിക്കാൻ പറ്റിയില്ല. പിന്നെ ഇനി എന്താ വഴി? നമുക്കറിയാമല്ലോ, ഇൻ്റർനെറ്റിൽ ഇതെല്ലാം കിടപ്പുണ്ടല്ലോ, എല്ലാ വാർത്തകളും എല്ലാ വിവരങ്ങളും ഉണ്ട്. അങ്ങനെ രാത്രി 11 മണി മുതൽ
ഈ ദൈവങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. രാത്രി 11 മണി മുതൽ സ്പൈന ബൈഫിഡ എന്താണെന്ന് അറിയാനുള്ള ഒരു റിസർച്ച് ഇൻ്റർനെറ്റിലാണ്. 11 മണിക്ക് തുടങ്ങിയത് വെളുപ്പിന് 4 മണി വരെ 5 മണിക്കൂർ സമയം. ഈ 5 മണിക്കൂർ സമയം കൊണ്ട് സ്പൈന ബൈഫിഡയെക്കുറിച്ചുള്ള കുറേ പാഠങ്ങൾ കിട്ടി. ആ പാഠങ്ങളിലൊന്ന് ഇടയ്ക്ക് ഏതോ ഒരു ഭാഗത്ത് വന്നപ്പോൾ ആദ്യമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജന്മനാലുണ്ടാകുന്ന തകരാറ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറിച്ച് അംഗവൈകല്യത്തെക്കുറിച്ച് എല്ലാം ഒക്കെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എവിടെയോ വന്നപ്പം കണ്ടുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലും ഇത് സംഭവിക്കാം. അതെൻ്റെ കാറ്റഗറിയാണ്. അന്ന് എനിക്ക് 40 വയസ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതെന്നെക്കുറിച്ച് പറയുന്ന സ്ഥലമാണ്. അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ നിന്നു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ തുടങ്ങി. അപ്പോൾ അന്നേരം അവരെ ഇത് ബാധിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ശരീരത്തിലെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കാം, അതെല്ലാം അന്നേരം എൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ റേഡിയോളജിസ്റ്റിൻ്റെ ഒരു കൺക്ലൂഷൻ അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് ചുമ്മാതൊന്നുമല്ല, അദ്ദേഹം വ്യക്തമായിട്ടത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. കാരണം ആ ലക്ഷണങ്ങളെല്ലാം എൻ്റെ ശരീരത്തിൽ അന്നേരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതാണല്ലോ നമുക്ക് അറിയേണ്ടത്. അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ചില ആഴ്ചകൾ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളായിട്ട് ചുരുണ്ട് മടങ്ങാനായിട്ട് തുടങ്ങും. പിന്നെ ഈ കൈവിരലുകളൊക്കെ അങ്ങ് മടങ്ങും. കുറച്ച് ദിവസങ്ങളോട് കഴിയുമ്പോഴത്തേക്കും ഒരു ജീവച്ഛവമായി ബെഡ്റിഡനായിട്ട് മാറും. ഒന്നിനും കൊള്ളാത്ത അങ്ങനെ കിടന്ന് നരകിച്ച് മരിക്കും. ഇതാണ് സംഭവം. നമ്മൾ ഈ വാർത്തകളൊക്കെ ഇത് കാണുമ്പോഴേ നമ്മൾ ഈ മൈൻഡ് ബ്ലാങ്ക് ആകുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് അനുഭവിച്ചു. ഫുൾ ബ്ലാങ്ക്. ഇനി എന്താണ് അടുത്തതെന്നല്ലോ, നമ്മുടെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നത് പോലെ. ആ സമയത്ത് പിശാച് അടുത്ത് വന്നിട്ടൊരു കാര്യം പറഞ്ഞു. ചെവിയിൽ പറയുകയാണ്, നിൻ്റെ ജീവിതം തീർന്നു, നീ ഇനി എഴുന്നേക്കത്തില്ല, നിൻ്റെ കൈയും കാലും ഒക്കെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ചുരുണ്ട് മടങ്ങി, നീ ഒന്നിനും കൊള്ളാത്തവനായിട്ട് തീരും, നിൻ്റെ ശുശ്രൂഷ അവസാനിച്ചു, നിൻ്റെ കുടുംബജീവിതം അവസാനിച്ചു, നിൻ്റെ ഓട്ടങ്ങളെല്ലാം നിന്നു, നീ ഇനി കീബോർഡ് വായിക്കത്തില്ല, നീ ഇനി പേന പിടിക്കത്തില്ല, പാട്ട് എഴുതത്തില്ല, എല്ലാം തീർന്നടാ. പിശാച് വന്ന് പറയുന്ന വാക്കുകളെന്ന് പറഞ്ഞാൽ അവനറിയാം ഏത് സന്ദർഭത്തിൽ എപ്പോഴും വന്ന് പറഞ്ഞാൽ ഇത് കൊള്ളും എന്നവനറിയാം. സൂക്ഷിച്ചോളണേ ദൈവമക്കളെ. എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം തീരാൻ പോരാണ്. അതെൻ്റെ മുന്നിൽ കാണും. ഈ പറയുന്നതും ഈ കേൾക്കുന്നതും എൻ്റെ മുന്നിലുള്ള ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിക്കിളുകളും എല്ലാം എൻ്റെ ശരീരത്തെ നോക്കി പറയുന്നത് യുവർ ലൈഫ് മിനിസ്ട്രി എവറിത്തിങ് ഈസ് ഓവർ. അപ്പോൾ പ്രതീക്ഷയ്ക്ക് എന്താ വകയുള്ള? പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല. എല്ലാം എൻ്റെ മുന്നിൽ കാണുന്നത് മുഴുവൻ നെഗറ്റീവ്സ്. നമ്മൾ ഈ തകർന്നു പൊടിയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ദൈവവചനത്തിൽ എഴുതുന്ന ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. ദൈവമക്കളെ, ഈ 5 മണിക്കൂർ സമയം ദൈവം ഒന്നും മിണ്ടിയില്ല. കർത്താവ് നിശബ്ദനായിരുന്നു. കാരണം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അത് ദൈവത്തിൻ്റെ പരിപാടിയിലുള്ളതൊന്നുമല്ല. ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, എൻ്റെ മനസ്സ് അസ്വസ്ഥമായപ്പോൾ തന്നെ ഞാൻ എൻ്റെ മുറി അടച്ച് ദൈവസന്നിധിയിലോട്ട് പോയിരുന്നു. കർത്താവേ, ദേണ്ടേയിരിക്കുന്ന ഈ റിപ്പോർട്ട്, ഇതും കൊണ്ട് എനിക്ക് എന്താ സംഭവിക്കാൻ വന്നത്, എന്താ എനിക്ക് ഗുണം, എനിക്കറിയത്തില്ല. കർത്താവ്, ഇത് നിൻ്റെ കയ്യിലോട്ട് തരികയാണ്, ഇനി യു ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് സമാധാനമായിട്ട് വന്നിരുന്ന് ഉറങ്ങേണ്ടതായിരുന്നു ഞാൻ. പക്ഷെ അത് ചെയ്യാതെ ഞാൻ ഈ 5 മണിക്കൂർ കൊണ്ട് ഇതെന്തോ ആണ് ഇതിൻ്റെ ഡെപ്തിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ഇറങ്ങി അങ്ങോട്ട് ചെല്ലും തോറും ഞാൻ തകർന്ന് തരിപ്പണമാവുകയാണ്. സൂക്ഷിച്ചോളണേ. ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ ഈ ലാപ്ടോപ്പെല്ലാം മടക്കി അങ്ങോട്ട് വെച്ചു. എനിക്കറിയാം ഇനിയൊന്നും പ്രതീക്ഷയ്ക്ക് വകയില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യ കൂർക്കം വലിച്ചു, ഒരു മനസാക്ഷിയില്ലാതെ കിടന്നുറങ്ങുന്നുണ്ട്. അവൾക്ക് അതൊന്നും അറിയത്തില്ലല്ലോ, എനിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്കറിയാം. അത് നേരത്തെ കേട്ട് കുഴപ്പമൊന്നുമില്ല, അത് ശാന്തമായിട്ട് കിടന്നുറങ്ങും. ഈ ബുദ്ധിമാന്മാർക്കാണല്ലോ ഈ പ്രശ്നം കൂടുതൽ. ഞാനവിടെ മുട്ടൂത്തി അവിടെ ഇരുന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നെഞ്ചത്തടിച്ച്, എനിക്ക് ജീവിതത്തിൽ അതൊരു അടിച്ചിട്ടില്ല, എന്തായാലും പോവുകയാണ്. നെഞ്ചത്തടിച്ചുകൊണ്ട് കർത്താവിനോട് ഒരു കർത്താവേ, ഇതിനൊരു പരിഹാരമില്ലേ ദൈവമേ, ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമില്ലേ കർത്താവേ. ശ്രദ്ധിച്ചോളാം.
5 മണിക്കൂർ മൗനമായിരുന്ന ദൈവത്തിൻ്റെ ശബ്ദം അന്നേരം കേട്ടു. എപ്പോഴാണെന്നറിയാമോ? തകർന്ന് പൊടിഞ്ഞ് കർത്താവിൻ്റെ കാൽക്കലോട്ട് വീണിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ കർത്താവേ എന്ന് ചോദിച്ച ആ സമയത്ത് ഇങ്ങനെ തോളത്തിങ്ങനെ തട്ടിയിട്ടേ വളരെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന കർത്താവിൻ്റെ മുഖവും ശബ്ദവും അതിങ്ങനെയാണ് പറഞ്ഞത്, മോനെ, എടാ, ഈ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നതൊന്നുമല്ല, ഞാൻ പറയുന്നതാണ് അവസാന വാക്ക്. ഞാൻ എന്ത് കൽപ്പിക്കുന്നുവോ അത് മാത്രമേ നിനക്ക് സംഭവിക്കത്തുള്ളൂ. വൈദ്യശാസ്ത്രം പറയുന്നതോ നിൻ്റെ ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നതോ ഒന്നുമല്ല. മൈ വേർഡ്, എൻ്റെ വാക്ക്, അതാണ് അവസാന വാക്ക്. സ്തോത്രം. ദൈവമക്കളെ, അന്നേരം എൻ്റെ ശരീരത്തിലോട്ട് വ്യാപരിച്ച ശക്തി എന്തെന്ന് നിങ്ങൾക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ആ ശ്വാസം, ഞാൻ 2 കൈയും തലയിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ പറഞ്ഞ ആ ഒരു വാക്ക്, നിങ്ങൾ പറഞ്ഞല്ലോ ഫൈനൽ വേർഡ്, ആ വാക്ക് എനിക്ക് വേണ്ടി ഒന്ന് അയക്കണം. എൻ്റെ ശരീരത്തിന് ഒരു മാറ്റം വരണം. എൻ്റെ ഇപ്പോഴത്തെ ശരീരത്തിൻ്റെ ക്ലേശങ്ങൾ, അസ്വസ്ഥതകളെല്ലാം മാറണം. എൻ്റെ നാഡീഞരമ്പുകളെല്ലാം ഒന്ന് ബലപ്പെടണം. എൻ്റെ ശരീരത്തിന് ജീവനുണ്ടാകുവാൻ ഒരു വാക്ക് കർത്താവ് അയക്കണം. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ആ രാത്രി എൻ്റെ കർത്താവ് തൻ്റെ വാക്ക് അയച്ചു. ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം ഈ റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ അതിനെ വലിച്ചങ്ങോട്ട് മാറ്റി അറിഞ്ഞിട്ട് പറഞ്ഞു, ഈ റിപ്പോർട്ട് തെറ്റാണ്, തനിക്ക് അങ്ങനെയൊന്നും വരത്തില്ല. വേറൊരു എക്സ്റേ എടുക്കാൻ മറ്റൊരു ലാബ് പറഞ്ഞു. അവിടെ പോയി എടുത്തിട്ട് അടുത്ത ദിവസം 2 റിപ്പോർട്ടും കൂടെ കൊണ്ട് ചെന്നപ്പം ഡോക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അതേണ്ട, ഇത് തെറ്റാ, ഇത് ശരിയാ, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, താൻ വീട്ടിൽ പോക്കോ, തനിക്കൊരു പ്രശ്നവുമില്ല. ഡോക്ടർ ഇത് തെറ്റ്, അത് ശരിയെന്നൊക്കെ പറയുമ്പോഴല്ലേ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഡോക്ടറെ, അതും ശരിയാണ്, ഇതും ശരിയാണ്. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ ദൈവം ഒരു വാക്കയച്ച് എന്നെ സൗഖ്യമാക്കിയതിൻ്റെ വ്യത്യാസമാണ് ഈ കാണുന്നത്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു, അവിടെ നിന്ന് ജീവിക്കുന്നു. നിങ്ങളെപ്പോൾ എവിടെയായിരിക്കുന്നു അവിടെ എൻ്റെ കർത്താവ് ഉണ്ട്, അവിടുത്തെ സാന്നിധ്യമുണ്ട്. ഒറ്റ ഒരു പ്രാർത്ഥന, നുറങ്ങിയിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ, തകർന്നു പൊടിഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. സ്തോത്രം. കർത്താവേ, ഒറ്റയൊരു വാക്ക് അങ്ങ് അയച്ചാൽ മതി, അങ്ങ് കൽപ്പിച്ചാലും മതി, എനിക്ക് സൗഖ്യം വരും. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എന്താണെങ്കിലും, ഏതവസ്ഥയാണെങ്കിലും, ആ അവസ്ഥയിൽ കർത്താവിന് ചെയ്യുവാനായിട്ടുണ്ട്. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അത് ഒരുപക്ഷെ ശാരീരികമായ പ്രശ്നമായിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം, അതെങ്കിലും കുടുംബ പ്രശ്നമായിരിക്കാം, മറ്റ് ജോലി സംബന്ധമായ വിഷയമായിരിക്കാം, ആത്മീയ ഗോളത്തിലെയോ ശുശ്രൂഷക മണ്ഡലത്തിലെയോ എന്ത് വിഷയമായിക്കൊള്ളട്ടെ, കർത്താവ് ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. സ്തോത്രം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ട്. അത്ഭുതകരമായ വിടുതൽ കർത്താവ് നമുക്ക് വേണ്ടി തരും. കർത്താവ് വായിക്കും. സ്തോത്രം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, നമുക്കായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ ലഭിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച്, എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു വാക്കിന് വേണ്ടി, കർത്താവ് അയക്കാൻ പോകുന്ന ഒരു വാക്കിന് വേണ്ടി, ദൈവമേ, എനിക്ക് വേണ്ടിയും ഒരു വാക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക്, അങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളേണ്ട മക്കളാണ്, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ വിശ്വാസത്തോടെ എന്നോട് ചോദിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ തകർന്ന അവസ്ഥകളൊക്കെ ദൈവം കാണുന്നുണ്ട്. നിരാശയുടെ അവസ്ഥകൾ, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അവസ്ഥകൾ ഒക്കെ ദൈവം കാണുന്നു. കർത്താവെ, ഇനിയും പണിയപ്പെടേണ്ടുന്ന അവസ്ഥകളെ, അങ്ങനെയുള്ള കാര്യങ്ങളെയും അങ്ങനെയുള്ള മേഖലകളെയും ഒക്കെ കർത്താവ് കാണുന്നുണ്ട്. അതിനെല്ലാം നോക്കി കർത്താവ് ഒരു വാക്കൊന്ന് കൽപ്പിച്ചാൽ മതി. കർത്താവെ, ജസ്റ്റ് വൺ വേർഡ്, ഒറ്റ വാക്ക്. കർത്താവെ, ഞങ്ങൾക്ക് സൗഖ്യം വരും, ഞങ്ങൾക്ക് മാറ്റമുണ്ടാകും, ഞങ്ങളുടെ ശുശ്രൂഷകളിലും മാറ്റമുണ്ടാകും, ഞങ്ങളുടെ ജീവിക്കുന്ന തലങ്ങളിലും മാറ്റമുണ്ടാകും, ഞങ്ങൾക്ക് എവിടെയൊക്കെ മാറ്റം ആവശ്യമായിരിക്കുന്നു അവിടെയെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും. ഒരു വാക്ക് ഇപ്പോൾ അയക്കണം. കർത്താവെ, പ്രത്യേകിച്ച് അടിയൻ പ്രാർത്ഥിക്കുകയാണ്, രോഗികളായിട്ട് ആരെങ്കിലും ഇതിൻ്റെ മക്കൾ, കർത്താവ് ഇപ്പോൾ വീട്ടിലോ ആശുപത്രിയിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുന്നത്, കർത്താവെ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ മക്കളുടെ ശരീരത്തിന്മേൽ സൗഖ്യം വരട്ടെ. പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന, വൈദ്യശാസ്ത്രം വിധി കൽപ്പിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ജീവിക്കുവാനിടയാകട്ടെ. ഒറ്റയൊരു വാക്ക് കർത്താവെ, മരിച്ചവരെ ഉയർപ്പിച്ച അവിടുത്തെ വാക്ക്, കർത്താവെ, രോഗികളെ സൗഖ്യമാക്കി അവിടുത്തെ വാക്ക്, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അവിടുത്തെ ഒരു വാക്ക് ഇപ്പോൾ അങ്ങയുടെ മക്കൾക്കായിട്ട് അയക്കണം.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ജീസസ്. ഓ മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മരിച്ചവരെ രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. യേശുവേ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് നമുക്കായിട്ട് അവിടുത്തെ കൽപ്പന അയച്ചിരിക്കുന്നു. സ്തോത്രം. സൗഖ്യത്തോടും വിടുതലോടും കൂടെ ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഞാനൊരു ചെറിയൊരു ചിന്ത മാത്രം വേഗത്തിലൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ എന്നോട് സംസാരിച്ച ഒരു വേദഭാഗം ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ നിന്ന്, ദാവീദ് രാജാവാകുന്നതിന് മുമ്പുള്ള ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ചെറിയ 2 അനുഭവങ്ങൾ, 2 സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു കാര്യം ദൈവം എന്നെ പഠിപ്പിച്ച ഒരു പാഠം അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേഗത്തിലൊന്ന് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 25-ാമത്തെ അധ്യായം. 25-ാം അധ്യായത്തിൽ അതിൻ്റെ 33-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ഒരു കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കാം. 1 ശമൂവേൽ 25-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. ഇത് നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ എങ്ങനെ പറയുന്നു, നിന്റെ വിവേകം സ്തുത്യം, രക്തപാതകവും സ്വന്ത കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ എന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. എന്നിട്ട് അതിൻ്റെ 39-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, നാബാൽ മരിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്ദിച്ച നിന്ദയ്ക്കായിട്ട് നാബാലിനോട് വ്യവഹരിക്കുകയും തൻ്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം. ഈ സംഭവം ദാവീദ് കൂട്ടരുമൊക്കെ കാട്ടിലായിരുന്ന സമയത്ത് ഒരു കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് നാബാലിൻ്റെ വീട്ടിലോട്ട് കുറച്ച് പേര് അയക്കുന്ന ഒരു സംഭവമാണ്. ചരിത്രം നമുക്കറിയാം. പക്ഷേ ആ ദാവീദ് ഇവർ കാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് അവരുടെ ആട്ടിടയന്മാരും ദാവീദിൻ്റെ കൂട്ടരും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അവർക്കൊക്കെ ഒത്തിരി പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. കാര്യങ്ങളൊക്കെ അവർ പരസ്പരം ഒത്തിരി സഹകരിച്ചൊക്കെ നിന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ബട്ട് ഇപ്പോഴത്തെ വിഷയം, ദാവീദും കൂട്ടരും ദുർഗങ്ങളിൽ താമസിക്കുകയാണ്. അലഞ്ഞു നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഫണ്ട്സിൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് ആഹാരം കഴിക്കണം, പല ആവശ്യങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ ദാവീദിൻ്റെ കൂടെ ഏതാണ്ട് 600 പേരുള്ളതായിട്ടാണ് നമ്മൾ അടുത്ത ഭാഗങ്ങളിലൊക്കെ വായിക്കുന്നത്. 600 ആളുകൾ ദാവീദിൻ്റെ കൂടെയുണ്ട്. ഈ ടീമുകളെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് പറഞ്ഞ് 2 അടുത്ത് കൊല്ലുന്ന ടീമുകളാണ്. അങ്ങനത്തെ ഇതിൽ ഒരു ജാതി മുരടന്മാരാണ് ഈ കൂടെ ഉണ്ടായിരുന്ന കക്ഷികളൊക്കെ എന്ന് പറയുന്നത്. അവരങ്ങനെ ഒരു ജീവിതത്തിലെ മയമുള്ള ടീമുകളൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിനെയാണ് ദാവീദ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നയിക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി കൃപ വേണം.
അപ്പോൾ ഈ ദൈവദാസന്മാരെയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് വളരെ ആദരവ് തോന്നുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്, റിട്ടയറായി. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു പാസ്റ്ററായിരുന്നു. അപ്പോൾ ഈ സഭകളിലൊക്കെ നടക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം അതൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ കൊച്ചുനാളിൽ തീരുമാനിച്ചാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സുവിശേഷ വേലക്കാരനാകത്തില്ല. സുവിശേഷ വേല എന്ന് പറയുമ്പോൾ എനിക്ക് അറിയുന്ന ആൾക്കാരുടെ പാസ്റ്ററാകുക എന്നുള്ളതാണ്. ഞാൻ പാസ്റ്ററാകത്തില്ല എന്നങ്ങ് തീരുമാനിച്ചിരുന്നു. പക്ഷേ കർത്താവിനെ ആ വേലയ്ക്ക് തന്നെയാണ് വിളിച്ചു കൊണ്ടുവന്നത് കേട്ടോ. അത് വേറെ വിഷയം. അപ്പം അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ ചില ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് അതിനെയൊക്കെ മെരുക്കി കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലീഡർഷിപ്പാണ് ദാവീദ് എടുത്തിരിക്കുന്നത്. ദാവീദിൻ്റെ കൂടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കടമുള്ളവർ, ഭാരമുള്ളവർ, പ്രശ്നങ്ങളുള്ളവർ, നിരാശയുള്ള അങ്ങനെയുള്ള ഒരു ടീമാണ് ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ വേണമെങ്കിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ, ചേട്ടാ അണ്ണാ ഞാൻ കൊല്ലട്ടെ എന്ന് ചോദിച്ചാൽ പടയെന്ന് അടുത്ത് കൊല്ലാൻ റെഡിയായിട്ട് നിൽക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനെയാണ് ദാവീദ് കൊണ്ട് നടക്കുന്നവർത്തുള്ള. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ദാവീദ് ഈ കൂടെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ആഹാരത്തിൻ്റെ കാര്യങ്ങൾക്ക്. ആസ് എ ലീഡർ ഹി ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ദം. ഒരു ലീഡറുടെ ഉത്തരവാദിത്വമാണല്ലോ കൂടെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ട ക്രമീകരണം ചെയ്യണം. ഒരു കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് നാബാലിൻ്റെ അടുത്തോട്ട് 10 ആളുകളെ അയച്ചതാണ്. പക്ഷേ അവരെ നമ്മൾ ഈ 39-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ മനസ്സിലാകുന്ന കാര്യം അപമാനിച്ചു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നാബാൽ ഇവർക്ക് കോൺട്രിബ്യൂഷനൊന്നും കൊടുത്തില്ല. സംഭാവന ചോദിച്ചു എന്നതാണ്, പക്ഷേ സംഭാവനയൊന്നും കൊടുക്കാതെ അവരെ ശകാരിച്ചയച്ചു, വഴക്ക് പറഞ്ഞയച്ചു. ദാവീദ് അയച്ച ആളുകളെ ആദരിച്ചില്ല. അതിൻ്റെ അർത്ഥം ദാവീദിനെ ആദരിച്ചില്ല. പോയിൻ്റ് അവിടെയാണ്. അപ്പോൾ ദാവീദിനെ അപമാനിച്ചു. വിഷയം എന്താണ്? അപമാനിച്ചു എന്നുള്ളതാണ് വിഷയം. എന്താണ്? നിന്ദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദാവീദിനൊരു നിന്ന ഉണ്ടായപ്പോൾ, ഒരു അപമാനം അപ്രതീക്ഷിതമായ ഒരു സ്ഥാനത്ത് നിന്ന്, വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനത്ത് നിന്ന് ഒരു അപമാനം വന്നപ്പോൾ ഹൗ ഹി റിയാക്റ്റഡ്, അതാണ് എനിക്ക് പറയാനുള്ള പോയിന്റ് നമ്പർ 1. അവിടെ ദാവീദിന് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഈ അപമാനിക്കപ്പെട്ടവർ തിരിച്ച് ദാവീദിൻ്റെ അടുക്കിലേക്ക് വന്നപ്പം ദാവീദ് ഒരു തീരുമാനം എടുത്തു. ഒരു ക്വിക്ക് ഡിസിഷൻ, പടയെന്നൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം നമ്മൾ ഈ 25-ാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. 13-ാം വാക്യം 25-13 കാണുന്നതാണ്. അപ്പോൾ ദാവീദ് തൻ്റെ ആളുകളോട് എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതെപ്പോഴാണ്? ദാവീദിൻ്റെ ബാല്യക്കാർ 12-ാം വാക്യത്തിൽ ദാവീദിൻ്റെ ബാല്യക്കാർ മടങ്ങി വന്ന് വിവരമൊക്കെയും അവനോട് അറിയിച്ചു. അപ്പോൾ ദാവീദ് തൻ്റെ ആളുകളോട് എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും വാൾ അരയ്ക്ക് കെട്ടി. അടുത്ത വാക്യം അങ്ങനെയാണ്. ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന നമ്മളെല്ലാവരും ലീഡേഴ്സാണ് അല്ലേ? ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വീട്ടിലെ ലീഡേഴ്സാകാം, മക്കളുടെ ലീഡേഴ്സാകാം അല്ലേ, ചേർച്ചിലെയോ മിനിസ്ട്രിയുടെയോ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു തലങ്ങളിൽ, ഡിഫറെൻറ്റ് ലെവൽസിൽ എല്ലാവരും ലീഡേഴ്സാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അല്ലെ? എല്ലാവർക്കും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നമ്മുടെ മക്കളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കുടുംബജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നമ്മുടെ ഭാവിയെക്കുറിച്ച് അല്ലേ, പല വിഷയങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഈവൻ ഒരു സാമ്പത്തിക വിഷയം ഉണ്ടാകുമ്പോഴത്തേക്കും കടം വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടി വരും. അതൊക്കെ തീരുമാനമാണ്. എല്ലാം ഡിസിഷൻ മേക്കിങ്ങാണ്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിങ്ങിനകത്തുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിലൊരു പാഠമായിരുന്നു. അത് പറയാം. ദാവീദ് ഇവിടെ ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? എല്ലാവരും വാളരക്കി കിട്ടും. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ കൊല്ലാൻ പോവുകയാണ്. ആരെ കൊല്ലാൻ പോവുകയാണ്? അടുത്ത് പറയുകയാണ്, നാബാലിൻ്റെ വീട്ടിലുള്ള സകല ആണിനെയും കൊല്ലാൻ പോവുകയാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാത്തിനും തട്ടാൻ പോവുകയാണ്. എല്ലാവരും ഒരു കുടുംബത്തെ മുഴുവനെ നശിപ്പിക്കാൻ പോവുകയാണ്. ദാവീദ് റീസൺ എന്താണ്? റീസൺ എന്നെ അപമാനിച്ചു, എന്നെ നിന്ദിച്ചു, അതാണ് വിഷയം. അപ്പോൾ ഒരു അപമാനം ഉണ്ടായപ്പോൾ ഉടനെ എടുത്ത തീരുമാനം, പിന്നെയും പറയുകയാണ്, ഉടനെ എടുത്ത തീരുമാനം. ഈ ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് നന്നായിട്ടറിയാം. ദാവീദും ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ആഴമേറിയൊരു ബന്ധമാണ്. ആ ബന്ധം എന്ന് പറയുന്നത് ദാവീദ് എപ്പോഴും ദൈവവുമായിട്ട് സംസാരിച്ച് നടക്കുന്ന ഒരാളാണ്. ദൈവം ദാവീദിനെക്കുറിച്ച് പറയുന്നത് തന്നെ എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു പുരുഷൻ എന്നാണ്.
അപ്പോൾ അത്രയും ദൈവമായിട്ട് അടുപ്പമുള്ള മനുഷ്യൻ യഹോവ എൻ്റെ ഇടയനാകുന്നു, ആ അങ്ങനെ പേഴ്സണലൈസ് ചെയ്താണ് ദാവീദ് ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ വ്യക്തി ദൈവത്തോട് ചോദിക്കാതെ എടുത്തൊരു തീരുമാനമാണിത്. ദാറ്റ് ഈസ് ദ പോയിന്റ്. ദൈവത്തോട് ചോദിച്ചില്ല, ദൈവത്തോട് ചോദിക്കാനുള്ള സമയമൊന്നും എടുത്തില്ല അവിടെ. കാരണം ഈ അപമാനത്തെക്കുറിച്ച് നിന്ദിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോഴത്തേക്കും ചോര തിളച്ച് കയറിയിട്ട് ഒരു തീരുമാനം എടുത്താണ്, പട്ടയെന്നൊരു തീരുമാനം, എന്നാൽ ഇവനൊക്കെ വെച്ചേക്കണ്ട, നമുക്ക് നശിപ്പിച്ചേക്കാം. നശിപ്പിക്കാൻ വേണ്ടി അന്നേരം പുറപ്പെട്ടു. ദൈവമക്കളെ, ഞാൻ വളരെ കാര്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് വളരെ സങ്കടം തോന്നും ചില സന്ദർഭങ്ങളിലൊക്കെ. ഞാനിപ്പോൾ ഈ ഫേസ്ബുക്കൊക്കെ ഞാനും ഉപയോഗിക്കുന്നുണ്ട്. ഒത്തിരി സമയമൊന്നും അതിനകത്ത് കയറിയിരിക്കാറില്ല, ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രം പോകാറ്. ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലോട്ടും ചിലരൊക്കെ ഷെയർ ചെയ്ത് വന്ന് വീഴാറുണ്ട്. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യമേ അവർ ഷെയർ ചെയ്യത്തുള്ളൂ. ഞാൻ എൻ്റെ കൂടെയുള്ള ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയുന്നവരോട്, നെവർ അഗെയിൻ ഇമാതിരി വാർത്തകൾ എൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യരുത്. എന്താ, അവിടുന്ന് ഇവിടുന്നുള്ള കട്ട് പേസ്റ്റുകൾ, ചില മുറിയും കഷ്ണങ്ങളും ഒക്കെ എടുത്തിട്ട് എന്തിനാണെന്നറിയാമോ? ചിലരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, കൊല്ലുകയാണ്. കാര്യം എന്താ? എവിടെയോ ആരൊക്കെ ഒരല്പം നിന്നെ അനുഭവപ്പെട്ടു, ഡിസ്റെസ്പെക്റ്റ് ഉണ്ടായി, ആരെയോ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചില്ല, അതുകൊണ്ട് ഇവനിട്ട് പണി കൊടുത്തേക്കാണ്, അവനെ പണി കൊടുക്കുന്നതാണ്. ആ പണി ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ദൈവമക്കളെ, ഇത്രയും ദൈവത്തോട് ചേർന്നിരുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയൊരു പാളിച്ച, ദൈവത്തോട് ചോദിക്കാതെ എടുത്തൊരു തീരുമാനം. എന്തിനു വേണ്ടി ഇറങ്ങിപ്പോകുന്ന ദാവീദ് എങ്ങോട്ട് പോവാ? നശിപ്പിക്കാൻ പോവുകയാണ്. ആരെ? നാബാലിനെയും കൂട്ടരെയും, ആ കുടുംബത്തിലെ ആണിനെയെല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്. നീ നാബാലിനെ കൊല്ലുമ്പോൾ കൂട്ടത്തിൽ അവിടെയുള്ള ആണുങ്ങളെല്ലാം കൊല്ലും. ആ ആണുങ്ങൾ നിനക്ക് വല്ല ദ്രോഹവും ചെയ്തോ? ചെയ്തില്ല. നാബാലല്ലേ നിന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അപമാനിച്ചത് നാബാൽ മാത്രമല്ലേ? അതൊക്കെ ഓക്കെയാണ്, അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ ആ കുടുംബത്തെ മുഴുവൻ ഐ എം ഗോയിങ് ടു ഡിസ്ട്രോയ് ദം ടോട്ടലി. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടെയുള്ളവർക്ക് അഭിപ്രായമല്ല, തീരുമാനമെടുക്കേണ്ടത് ലീഡറാണ്. തീരുമാനമെടുക്കുന്നൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയാണ് ദൈവത്തോട് ചോദിച്ചിട്ട് എടുക്കേണ്ടത്. പക്ഷേ ദൈവത്തോട് ചോദിക്കാനുള്ള സമയമൊന്നും എടുക്കരുത്. കാരണം ചോര തിളച്ച് നിൽക്കുകയാണ്. ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ് അവിടെ. സ്തോത്രം. ദൈവമക്കളെ, ബി വെരി വെരി കെയർഫുൾ. സ്തോത്രം. എടുക്കുന്ന തീരുമാനങ്ങളുടെ പിഴവ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭാവിയെ, ശുശ്രൂഷകളെയൊക്കെ മുഴുവൻ തകർത്ത് കളയാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ കരുണ, ദൈവം പറയുന്നല്ലോ, എൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ദാവീദേ നീ എന്തോ ചെയ്യുന്നത്? ദൈവം താടിക്ക് എടുത്തിട്ടും, മോനെ നീ എന്തോടാ കാണിക്കുന്നത്? നീ എന്തോ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താ ചെയ്യുന്നത്? ദൈവത്തിന് ദാവീദിനെ സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ദാവീദിനെ കൊണ്ട് ദൈവത്തിന് പല പദ്ധതികളുണ്ട്. എൻ്റെ ദൈവമേ, ദൈവത്തിൻ്റെ മനസ്സിൽ വന്ന് നോക്കിയോളും. ദൈവം അന്നേരം തന്നെ അവിടെ വേറെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതിൻ്റെ പിന്നിൽ ദാവീദ് വാളുമെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ദൈവം ദാവീദിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ, ഈ വലിയൊരു വിപത്തിൽ നിന്നും, തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ ജോലിയിൽ, തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് വരാൻ പോകുന്ന ആ രാജ്യത്വം, ഭരണത്തിൻ്റെ കാലങ്ങളിലെല്ലാം കുറ്റബോധം കൊണ്ട് താൻ തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം ഇവനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പരിപാടികളാണ് ചെയ്യുന്നത് നോക്കണം. നാബാലിൻ്റെ വീട്ടിൽ ഡിസ്കഷൻ നടക്കുകയാണ്. അവിടെ നിന്ന് അബീഗയിലിനെ ഉടനെ തന്നെ ദൈവം പറഞ്ഞയക്കുകയാണ്. അബീഗയിൽ എതിരേറ്റ് വന്നിട്ട് പറയുകയാണ്, യജമാനേ നിൽക്കണം. സ്തോത്രം. ഒരു പെണ്ണിനെ, ഒരു സാധാരണ പെണ്ണിനെ ദൈവം ദാവീദിനെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. സ്തോത്രം. അവൾ വന്ന് ബുദ്ധിമതിയായ അവൾ വന്നു ബുദ്ധിപൂർവ്വം കാര്യങ്ങളെല്ലാം ഇതിനോട് പറയുകയാണ്. വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ കണ്ണുകൾ തുറന്നു. തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടിട്ട് പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നിന്നെ പറഞ്ഞയച്ചിരിക്കുന്ന ദൈവം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് സ്തോത്രം. അവൾ പറയും, ദാവീദ് പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുകയാണ്. കാരണം ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചു പോയേനെ. നീ വന്നത് നന്നായി. ആരാ അബീഗയിലെ നിന്നെ അയച്ചത്? ദാവീദിന് മനസ്സിലായി, ഇത് ദൈവം അയച്ചിരിക്കുന്നതാണ്. നിന്നെ അയച്ചത് ദൈവമാണ്. ദൈവം നിന്നെ അയച്ചതിനായിട്ട് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവഭക്തരെ ഞാൻ പറയുകയാണ്, നമ്മൾ തെറ്റുകളിൽ വീണു പോകാതെ, തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോകാതെ,
എടുത്താൽ പോലും അതിനെ പിന്നെയും സ്റ്റോപ്പ് ചെയ്യാൻ ദൈവം അടുത്ത് ദെൻ അഗെയിൻ ടേക്കിംഗ് അനദർ ഇനിഷ്യേറ്റീവ്. സ്തോത്രം. ദൈവത്തിൻ്റെ കരുതൽ എത്രയാണെന്ന് നോക്കിക്കോണം. നമ്മൾ ആ ശരിയായ പാതയിൽ തന്നെ പോകണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എത്ര വലുതാണെന്ന് നോക്കിക്കൊള്ളണമേ. സ്തോത്രം. മക്കളെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ടേക്ക് ദ റൈറ്റ് ഡിസിഷൻസ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുതേ. ദയവ് ചെയ്ത് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുതേ. പാളിപ്പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ദൈവം തടസ്സങ്ങൾ സൃഷ്ടിക്കണമെന്നില്ല. എപ്പോഴും ദൈവം നിൻ്റെ തെറ്റിൽ നിന്ന് നിന്നെ തടയണമെന്നില്ല. നമ്മൾ ദൈവത്തോട് ചോദിക്കാതെയും പ്രാർത്ഥിക്കാതെയൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും പാളിച്ചകൾ സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട്. മക്കളുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റുകൾ എന്താണെന്ന് സൂക്ഷിച്ചുകൊള്ളണം. ഏതേതൊക്കെ വിഷയങ്ങളെയാണ് നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്, ആ പരിഗണനകളുടെ എല്ലാം അകത്ത് ദൈവത്തിന് സ്ഥാനമുണ്ടോ എന്നും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളകത്ത് ദൈവത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇതുകൊണ്ട് ദൈവത്തിനും ദൈവനാമത്തിനും എന്തെങ്കിലും പ്രയോജനം വല്ലതും ഉണ്ടോ, ഇതെല്ലാം പരിഗണിച്ചൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സാവകാശത്തിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് തീരുമാനങ്ങൾ എടുത്താൽ തെറ്റിപ്പോകാതിരിക്കാൻ കർത്താവ് കൃപ ചെയ്യും. സ്തോത്രം. ദാവീദിനെ രക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. ഒരു പെൺകുട്ടിയെ പറഞ്ഞയച്ച് ദാവീദിനെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്ത ദൈവത്തിന് സ്തോത്രം. അവൾ വലിയ ആത്മീയയോ അവൾ പ്രവാചകയോ ഒന്നുമല്ല. പ്രവാചകന്മാരും അന്ന് രാജാക്കന്മാരെയും അങ്ങനെയുള്ള വലിയ ലീഡേഴ്സിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവൾ പ്രവാചകയൊന്നുമില്ല. ഒരു സാധാരണ ഒരു വീട്ടമ്മ, ഒരു സാധാരണ പെണ്ണ്. അവൾ വന്ന് ദാവീദിനോട് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ളൊരു മനസ്സും കൂടെ ദാവീദിനുണ്ടായതിനായിട്ട് സ്തോത്രം. നീ ആരാ, നീയാണോ വന്ന് എന്നോട് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കാതെ അത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുവാൻ, അതിനെ അംഗീകരിക്കുവാൻ കാണിച്ച മനസ്സിനായിട്ടും സ്തോത്രം. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്ത അധ്യായത്തിലേക്ക്, അടുത്ത 30-ാം അധ്യായത്തിലേക്ക്. സ്തോത്രം. സ്തോത്രം. 30-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെയും ഇതുപോലെ മറ്റൊരു സന്ദർഭം നമ്മൾ കാണുകയാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന കാര്യം 30-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ആ ഭാഗങ്ങൾ, ആദ്യത്തെ 6 വാക്യങ്ങളിൽ നമുക്കറിയുന്ന സംഭവമാണ്. ഫെലിസ്ത്യ ദേശത്ത് ദാവീദ് കുറേ കാലം താമസിച്ചു. ഫെലിസ്ത്യ ദേശത്ത് ദാവീദും കൂട്ടരും താമസിച്ചിരുന്ന സ്ഥലം സിക്ലാഗ്. ആ സിക്ലാഗിലാണ് ഇവരുടെ ഭാര്യമാരും മക്കളെയും ഒക്കെ താമസിപ്പിച്ചിരുന്നത്. എന്നിട്ട് അവർ ഫിലിസ്ത്യരുടെ കൂടെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പോയതാണ്. കാരണം ഫിലിസ്ത്യരുടെ നാട്ടിലാണ് ജീവിക്കുന്നത്. ആ നാട്ടിൽ അവരുടെ സൈന്യത്തോട് ചേരാൻ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇവൻ വേണ്ട. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. തിരിച്ച് സിക്ലാഗിലെത്തുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഹൃദയഭേദകമായ കാഴ്ച. അവർ താമസിച്ചിരുന്ന കൂടാരങ്ങളും ഇതെല്ലാം ചുട്ട് നശിപ്പിച്ചിരിക്കുന്നു. അവരുടെ ഭാര്യമാരും മക്കളെയൊന്നും കാണാനില്ല. ദാവീദും കൂടെ ഉണ്ടായിരുന്ന 600 പേർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 600 പേരെന്ന് പറയുന്നത് മയമുള്ളവരൊന്നുമല്ല. അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും ഒന്നും യാതൊരു ദയവും ദാക്ഷിണ്യവും ഇല്ലാത്തവർ. പക്ഷേ ഇവർക്ക് ദാവീദിനോട് ഭയങ്കര സ്നേഹം, ഭയങ്കര ആദരവാണ്. ദാവീദിന് വേണ്ടി ജീവൻ കളയാൻ പ്രാണൻ കൊടുത്ത് ലീഡറുടെ കൂടെ നിൽക്കുന്ന ആളുകളായി. അതിനൊക്കെ ഇവർ തയ്യാറാണ്. ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട്. ദാവീദിന് വേണ്ടി ജീവൻ കൊടുത്ത് അവർ കൂടെ നിന്നിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള 600 പേരാണ് ദാവീദിൻ്റെ കൂടെയുള്ളത്. നമ്മളിതിനു മുമ്പ് കണ്ട സംഭവത്തിലും വാൾ അരക്കി കെട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞത് കൂടെയുള്ള ആളുകളാണ്. ദാവീദിൻ്റെ സ്ട്രെങ്ത്. ഇപ്പോൾ അവരാരും കൂടെ ഇല്ലായിരുന്നു എന്ന് കൂട്ടിക്കോ. ഈ നാബാല് ഇദ്ദേഹത്തെ അപമാനിച്ചു. കൂടെ ആരുമില്ല. ദാവീദ് ഒറ്റയ്ക്ക് വാൾ കൊടുത്ത് അങ്ങോട്ട് പോകുമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, പോകത്തില്ല. പിന്നെ ആരുടെ ബലത്തിലായി പോയത്? ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഒരു 600 പേരുണ്ടല്ലോ, അവർ നല്ല ബലവാന്മാരാണ്. അവരെയാണ് കൂട്ടി പോകുന്നത്. എന്നാൽ ഇവിടെ ഇതേ ആളുകൾ തന്നെ ദാവീദിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ള 600 ആളുകൾ. അവരും ദാവീദും ഒരേപോലെ ദുഃഖിതരാണ്, തുല്യ ദുഃഖിതരാണ്. അവരുടെയും ഭാര്യമാരെയും മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദാവീദിൻ്റെയും ഭാര്യമാരെയും മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ ആര് കൊണ്ടുപോയെന്നോ എങ്ങോട്ട് കൊണ്ടുപോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ ഒന്നും അറിയത്തില്ല. അവിടെ പറയുന്നത് കരയുവാൻ ശക്തിയില്ലാതാകുവോളം ഒരുറക്കെ കരഞ്ഞു.
വാവിട്ട് നിലവിളിച്ചു. മിടുക്കന്മാർ, ഭയങ്കര ധീരന്മാരായിട്ടുള്ള ആളുകളെല്ലാം വാവിട്ട് നിലവിളിക്കുന്ന ബലഹീനമായ ഒരു സമയം. എല്ലാവരും നഷ്ടബോധത്തിലാണ്, എല്ലാം കണ്ണുനീരിലാണ്. ദാവീദും ഉറക്കെ കരഞ്ഞു, കൂടെയുള്ളവരും ഉറക്കെ കരഞ്ഞു. ഈ കരച്ചിലിൻ്റെ ഇടയ്ക്കൂടെ ഒരു ചർച്ച കൂടെ നടന്നു അവിടെ. ആ ചർച്ച എന്ന് പറയുന്നത് ഈ 600 പേരുടെ ഇടയ്ക്കൊരു നടന്നൊരു ചർച്ചയാണ്. അവർ തമ്മിൽ പറയുകയാണ്, എടാ, നമുക്ക് വന്ന ഈ നഷ്ടത്തിൻ്റെ ഉത്തരവാദി നമ്മുടെ ലീഡറായിരിക്കുന്ന ദാവീദാണ്. ഇവൻ പറയുന്ന പോലെയെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് നടന്നു. നമ്മുടെ ഭാര്യമാരൊക്കെ പോയി, നമ്മുടെ മക്കളെല്ലാം പോയി, നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഇവനെ എന്തിനാ വെച്ചിരിക്കുന്നത്? ഇവനെ അങ്ങ് തട്ടിയേക്കാം. ഈ ലീഡർ നമുക്ക് വേണ്ട, ഈ ലീഡറെ കൊന്നേക്കാം. ദാവീദിനെ കൊല്ലണമെന്ന് കൂടെയുണ്ടായിരുന്ന ആളുകളെല്ലാം ചർച്ച ചെയ്ത സമയം. ഇത് ദാവീദ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഒരുമിച്ചിരുന്ന് വാവിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. ആ സമയത്ത് ദാവീദിൻ്റെ കൂടെ അതുവരെ പ്രാണൻ കൊടുത്ത് കൂടെ ഉണ്ടായിരുന്നവർ പറയുകയാണ്, ദാവീദിനെ കൊല്ലണം. ഇപ്പോൾ ദാവീദിനോട് ചോദിച്ച, ദാവീദ്, ഇപ്പോൾ നിന്റെ കൂടെ ആരുണ്ടോ? ദാവീദ് പറഞ്ഞു, എനിക്ക് ആരുമില്ല ഇപ്പോൾ കൂടെ. ഈ 2-3 അധ്യായങ്ങൾക്ക് മുമ്പ് നീ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ആരുണ്ടായിരുന്നു? 600 പേര് ബലവാന്മാർ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. ഭാര്യമാരില്ല, മക്കളില്ല, കൂട്ടുകാരില്ല, സഹപ്രവർത്തകരില്ല, ആരുമില്ല. നിൻ്റെ ജീവിതത്തിൽ ഏകനായ സമയം, ദാവീദിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഏകാന്തത വന്ന സമയം, എല്ലാവരും കൈവിട്ട സമയം, ആരും കൂടെയില്ലാത്ത സമയം, കൂടെ ഉണ്ടായിരുന്നവർ പ്രാണൻ കൊടുക്കാൻ തയ്യാറായി കൂടെ ഉണ്ടായിരുന്നവർ പോലും എതിരായി തീർന്ന സമയം. ഇതിനെയാണ് ഏകാന്തത എന്ന് പറയുന്നത്. അങ്ങനെ ഒരവസ്ഥ ദാവീദിന് വന്നപ്പം, ദാവീദേ, ഇപ്പം നിനക്ക് തീരുമാനമെടുക്കണ്ടേ? തീരുമാനമെടുക്കണം. എന്താ തീരുമാനിക്കേണ്ടത്? ഒന്നും അറിയത്തില്ല. കാരണം എന്തെങ്കിലും തീരുമാനമെടുത്താലും കൂടെ നിൽക്കാൻ ആളില്ല. അപ്പം ബുദ്ധിയിൽ നിന്നെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? വ്യത്യാസം അവിടെയാണ്. നീ ബുദ്ധിയിൽ നിന്ന് തീരുമാനിച്ചല്ലോ ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ നിനക്ക് കൂടെ നിൽക്കാൻ ആളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ സാഹചര്യങ്ങളെ കണ്ടിട്ടും കൂടെയാണ്, അതിൻ്റെ ഇൻഫ്ലുവൻസും കൂടെ കണ്ടിട്ട് ബുദ്ധിയിൽ നിന്നൊരു തീരുമാനമെടുത്തു, പാളിപ്പോയി. പക്ഷെ ദൈവം കൃപയാൽ തിരുത്തി. എന്നാൽ ഇപ്പോൾ ഇവിടെ നിനക്ക് എടുക്കേണ്ട ഒരു തീരുമാനം, ഇവിടെയും തീരുമാനം എടുക്കണമല്ലോ. എന്ത് തീരുമാനമാണ് ദാവീദ് എടുക്കാൻ പോകുന്നേ? സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദാവീദ് ദൈവസന്നിധിയിലോട്ട് പോയിരുന്നു ശാന്തമായി. അവിടെ ആ 6-ാം വാക്യത്തിൻ്റെയൊക്കെ അവസാനം നമ്മൾ വായിക്കുന്നത്, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. എല്ലാവരും കൈവിട്ട് കഴിഞ്ഞപ്പം, ആരും കൂടെ ഇല്ലാതെ ആയപ്പോൾ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടിട്ട് അതിനപ്പുറത്തോട്ട് പോയിരുന്നു. ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ എന്തോ ചെയ്യേണ്ടത്? ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ആ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലോട്ടെല്ലാം നമ്മൾ കാണുന്ന മനോഹരമായൊരു കാഴ്ചയുണ്ട്. അതിതാണ്, ദാവീദ് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിനെല്ലാം ദൈവം വ്യക്തമായി പറയുകയാണ്, നീ ഇങ്ങനെ ചെയ്യുക, നീ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. സ്തോത്രം. എത്ര പീസ്ഫുള്ളായിട്ടാണ് പിന്നെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. എത്ര മനോഹരമായിട്ട്, എത്ര വിജയകരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നതെന്നറിയാമോ? എന്താ കാര്യം? ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? സ്തോത്രം. ദൈവമക്കളെ, 2 തരം തീരുമാനം ഒരേ വ്യക്തി 2 സന്ദർഭങ്ങളിൽ എടുത്തത് നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു പാഠമായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിലൊരു പാഠമായിരുന്നു. മോനെ, എടുത്തു ചാടി ബുദ്ധിയിൽ നിന്നും കൂടെയുള്ളവരെ കണ്ടിട്ടും സാഹചര്യങ്ങളെ കണ്ടിട്ടും സ്വാധീനങ്ങളെ കണ്ടിട്ടും സമ്പത്ത് ഉണ്ട്, ഇത്രയും ബാങ്ക് ബാലൻസ് കിടപ്പുണ്ട്, അതൊന്നും കണ്ടിട്ടൊന്നും നീ ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കരുതേ, പാളിപ്പോകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എന്നാൽ എന്ത് ചെയ്യണം? അതെല്ലാം അവിടെ നിൽക്കട്ടെ, അതെല്ലാം അവിടെ കിടക്കട്ടെ. അതെല്ലാം അവിടെ ഉള്ളപ്പോൾ തന്നെ, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവസന്നിധിയിലിരുന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച് ദൈവം തരുന്ന ആലോചന പോലെ ഓരോ ചുവടും വെച്ചാൽ
അത് പാളിപ്പോകത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നീ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെ തിരുത്താൻ ആരും വരേണ്ട കാര്യമില്ല. ആരെയും ദൈവത്തിന് അയക്കേണ്ടി വരത്തില്ല. ദൈവത്തിനും ടെൻഷനില്ല നിന്നെ കൊണ്ട്. കാരണം നീ ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ചുവട് വയ്ക്കുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിൽ എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ തീരുമാനങ്ങൾ തിരുത്തേണ്ട ഒരു സമയം കൂടിയാണ്. തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തണം. വേഗത്തിൽ തിരുത്താൻ കഴിയുന്നതിനെ തിരുത്തണം. ചില തീരുമാനങ്ങളെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ തിരുത്തുവാൻ കഴിയുന്നതിനെ വേഗത്തിൽ തിരുത്തിയാൽ നമുക്ക് ഏറ്റവും നല്ലത്. സ്തോത്രം. ദൈവം ചിലപ്പോൾ ഒക്കെ നമുക്ക് അവസരങ്ങൾ തരും. അവസരങ്ങൾ പിന്നെയും തന്നുകൊണ്ടിരിക്കും. തിരുത്തുവാനുള്ള അവസരങ്ങൾ, തീരുമാനങ്ങളെ റിവേഴ്സ് ചെയ്യുവാനുള്ള അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. അത് ലഭിക്കുമ്പോൾ അന്നേരം അതിനെ തക്കത്തിൽ വിനിയോഗിച്ചു കൊള്ളണമേ. അതല്ല മുമ്പോട്ട് നമുക്ക് ഇനി എത്രയോ തീരുമാനങ്ങൾ എടുക്കാൻ കിടപ്പുണ്ട്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിനകത്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ കാണുമായിരിക്കും. അതിനകത്തെല്ലാം ദൈവത്തിൻ്റെ നാമം മഹത്വം. കർത്താവേ, അങ്ങെന്ത് കൽപ്പിക്കുന്നു എന്ന് ദൈവത്തോട് ചോദിച്ച് നമ്മുടെ ഓരോ ചുവടും വയ്ക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. എല്ലാ പ്രിയമുള്ളവരും കണ്ണുകളടച്ചാട്ടെ. സ്തോത്രം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളോട് കൽപ്പിക്കണം. കർത്താവേ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കൊരു തീരുമാനം വേണം കർത്താവേ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ, ഞാൻ അതിന് ആദ്യമായിട്ടും പറയുന്നത്, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ റോങ് ഡിസിഷൻസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ നമ്മളെ നിന്ദിച്ചതുകൊണ്ട്, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട്, എനിക്കറിയത്തില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന്, ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എതിരെ നമ്മൾ തീരുമാനങ്ങൾ എടുത്തു പോയത്, അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ കൊടുത്തു പോയത്, ആരെങ്കിലും നമ്മൾ അറിയാതെ അപമാനിച്ചു പോയത്, ഏതൊരു മക്കളെ, എവിടെയെങ്കിലും നമുക്ക് പാളിച്ചകൾ സംഭവിച്ചു പോകാം, മാനുഷികമായിട്ട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുവാനുള്ള സമയമാണ്. നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ വ്യക്തിയോട് ഒരു ക്ഷമ ചോദിക്കുവാൻ, ബ്രദർ എന്നോട് ക്ഷമിക്കണം, സിസ്റ്റർ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കുറ്റബോധം ഉള്ളിൽ കിടന്ന് നീറി നമ്മൾ തകർന്നു പോകാതിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. സ്തോത്രം. തീരുമാനം ദൈവത്തോട് ചോദിച്ചിട്ടാകട്ടെ. തെറ്റായ തീരുമാനങ്ങൾ നമ്മുടെ ശുശ്രൂഷയെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ, കുടുംബജീവിതത്തെ ഒക്കെ തകർക്കുവാൻ സാധ്യതയുണ്ട്. ഈഗോ മാറ്റിവെക്കാം. ദാവീദിന് സംഭവിച്ചത് അവിടെയാണ്. ഞാൻ എന്ന ഭാവം, എന്നെ, അത് നമുക്കതങ്ങ് മാറ്റിവെക്കാം. ദൈവമക്കളെ, ദൈവത്തോട് ചോദിക്കും. ആരെങ്കിലും ഒരാൾ അപമാനിച്ചാൽ തന്നെ, അപമാനിച്ചൊരു സന്ദേശം വന്നാൽ, അപമാനിച്ചൊരു വാക്ക് വന്നാൽ, അപമാനിച്ചൊരു വാർത്ത കേട്ടാൽ, കർത്താവേ, ഞാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം? ദൈവമേ, അങ്ങ് പറഞ്ഞു തരണം. സ്തോത്രം. ദൈവം നമുക്കതിനുള്ള മറുപടി തരും. ദൈവം കൈകാര്യം ചെയ്യും. അത് ദൈവകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തോളം അതിനെ കൈകാര്യം ചെയ്യും. ദൈവമക്കളെ, നമുക്കതിനകത്ത് ഇടപെടണ്ട. നമ്മളെ നിന്ദിക്കുന്നവർ നിന്ദിച്ചു കൊള്ളട്ടെ. മറുപടി പറയാൻ പോകണ്ട. മറുപടി പറയാനും കാണിക്കാനും ഒന്നും പോകണ്ട. ദൈവത്തിൻ്റെ ആത്മാവാരോടൊക്കെ സംസാരിക്കുകയാണ്, വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ അതിന് മറുപടി പറയാൻ പോകണ്ട. നമുക്കത് വിശദീകരണം കൊടുത്താൽ ശരിയാകത്തില്ല. നമ്മൾ വിശദീകരിക്കാൻ നടക്കണ്ട. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക്. സ്തോത്രം. രാത്രി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഓരോ ചുവടും കർത്താവ്, നാളെ എന്ത് ചെയ്യണം? നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലോട്ട് വരാം. കർത്താവേ, ഞങ്ങളുടെ മുന്നിലുള്ള വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കേണ്ട ഈ സമയത്ത് ചില വിഷയങ്ങൾ കാര്യമായ തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. കർത്താവേ, അവിടെ നിങ്ങളെ സഹായിക്കണം. അവിടുത്തെ തീരുമാനങ്ങളെ ഞങ്ങളെ കാണിക്കണമേ. ഓരോ സ്റ്റെപ്പും വയ്ക്കാൻ, ഓരോ ചുവടും വയ്ക്കാൻ ഉള്ള തീരുമാനങ്ങളെ കർത്താവ് ഞങ്ങളെ കാണിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ നാമം
എൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവമക്കളെ സ്തോത്രം. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച എല്ലാ ദൈവമക്കൾക്കും ദേവദാസന്മാരോടുള്ള പ്രത്യേകിച്ച് രഞ്ജുബ്രദറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂട്ടായ്മയിൽ നിന്ന് സംബന്ധിച്ച എല്ലാവരോടും ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം കൂടെയിരുന്ന എല്ലാ പ്രിയമുള്ളവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും നമുക്ക് വസിക്കാം, സുരക്ഷിതമായിട്ട് നമുക്ക് വസിക്കാം, ശരിയായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഗാഡ് ബ്ലെസ് യു.